بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد الحمد لله ഇഹ്യാ ഉലൂമുദ്ദീന്റെ ചർച്ച തുടരുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നടക്കുന്ന ക്ലാസ് കഴിഞ്ഞ ആഴ്ചയുടെ ബാക്കിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം തുടരുന്നത്. സ്ക്രീനിൽ നമുക്ക് കിതാബിന്റെ ഉദ്ധരണി കാണാം. അള്ളാഹു നമ്മുടെ ചർച്ചകൾ, നമ്മുടെ ഈ ഒരു പഠനം അള്ളാഹു പൊരുത്തപ്പെട്ട നല്ല സാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ബയാനു ഫളീലത്തി ഹുസ്നുൽ ഖുലുഖി വമദിമ്മത്തി സൂഇൽ ഖുലുഖി. ഹുസ്നുൽ ഖുലുഖും സൽസ്വഭാവത്തിന്റെ മഹത്വവും ദുസ്വഭാവത്തിന്റെ അപകടവും അതിന്റെ മോശത്തരവും അതിന്റെ വഷളത്തരവും അതാണ് ഇനി വിശദീകരിക്കുന്നത്. ഖാല അല്ലാഹു തആല ലിനബിയിഹി വഹബീബിഹി മുസ്നിയൻ അലൈഹി വമുദ്ഹിറൻ നിഅമതഹു ലദൈഹി. അല്ലാഹു നബിതങ്ങളെ പുകഴ്ത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ചെയ്ത നിഅമത്തുകൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞ ആയത്താണ് ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. തീർച്ചയായും അങ്ങ് വലിയ സൽസ്വഭാവത്തിനും മേലെയാണ്, വലിയ സൽസ്വഭാവമുള്ള ആളാണ്. കാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്, അവിടുത്തെ സ്വഭാവം ഒരു ഖുർആനിൽ പറഞ്ഞതുപോലെയാണ്. സഅല റജുലുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹുസ്നുൽ ഖുലുഖി ഫതലാ ഖൗലഹു തആല. ഹുസ്നുൽ ഖുലുഖിനെ കുറിച്ച് ഒരാൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുത്തു, ഖുദിൽ അഫ്വ വഅ്മുറു ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. നിങ്ങൾ വിട്ടുവീഴ്ച നിങ്ങളുടെ സ്വഭാവമായി സ്വീകരിക്കുക. വഅ്മുറു ബിൽ ഉർഫ്, നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. വഅരിദ് അനിൽ ജാഹിലീൻ, ജാഹിലുകളായ ഇൽമില്ലാത്തവരെ അവരോട് തർക്കിക്കാൻ പോകാതിരിക്കുക. ഉമ്മ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതി കൊടുത്തിട്ട് പറഞ്ഞു, ഹുവ അൻ തസ്ല മൻ ഖതഅക വതുഅതി മൻ ഹറമക വതഅഫു അമ്മൻ ളലമക. ഇങ്ങോട്ട് ബന്ധം മുറിക്കുമ്പോഴും അങ്ങോട്ട് ബന്ധം ചേർക്കുക. വതുഅതി മൻ ഹറമക, ഇങ്ങോട്ട് നമ്മുടെ ഒരു അവകാശം നിഷേധിക്കുന്ന സമയത്ത് അവർക്ക് അങ്ങോട്ട് നൽകാൻ പറ്റുന്നതൊക്കെ നൽകുക. തഅഫു അമ്മൻ ളലമക, ഇങ്ങോട്ട് ആക്രമിക്കുമ്പോഴും അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക. ഇതാണ് യഥാർത്ഥ സൽസ്വഭാവം. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഞാൻ നിയോഗിക്കപ്പെട്ടത് വലിയ സൽസ്വഭാവത്തെ പൂർത്തീകരിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചു തരാനാണ്. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഖലു മാ യൂളഉ ഫിൽ മീസാനി യൗമൽ ഖിയാമത്തി തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖ്. ഖിയാമത്ത് നാളിൽ മീസാനിൽ നന്മ തിന്മ തൂക്കപ്പെടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നന്മയിൽ ഭാരം വരുന്നത്, നന്മയിൽ പരിഗണിക്കപ്പെടുന്നത് തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖ്, തഖ്വയാണ്, സൽസ്വഭാവവുമാണ്. അപ്പൊ സൽസ്വഭാവം ഏറ്റവും വലിയ അമലാണ്. വജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബൈനി യദൈഹി, ഒരാള് നബി തങ്ങളുടെ മുന്നിലൂടെ വന്നു. ഫഖാല യാ റസൂലല്ലാഹ് മദ്ദീൻ, നബിയെ എന്താണ് ദീൻ എന്ന് ചോദിച്ചു. ഖാല ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവമാണെന്ന് പറഞ്ഞു. ഫഅതാഹു മിൻ ഖിബലി യമീനിഹി, അയാള് വലതു ഭാഗത്തൂടെ വന്നു. എന്നിട്ട് ചോദിച്ചു, ഫഖാല യാ റസൂലല്ലാഹി മദ്ദീനു, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് ദീൻ? ഖാല ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവമാണ്. സുമ്മ അതാഹു മിൻ ഖിബലി ശിമാലിഹി, ഇടതു ഭാഗത്തൂടെ വന്നു. ഫഖാല മദ്ദീൻ, എന്താണ് ദീൻ എന്ന് ചോദിച്ചപ്പോ ഫഖാല ഹുസ്നുൽ ഖുലുഖ്. സുമ്മ അതാഹു മിൻ വറാഇഹി ഫഖാല യാ റസൂലല്ലാഹി മദ്ദീൻ, പിന്നിലൂടെ വന്നു. അയാൾ ചോദിച്ചു എന്താണ് ദീൻ? ഫൽതഫത്ത ഇലൈഹി
നബിതങ്ങൾ അദ്ദേഹത്തോട് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, കാല അമാ തഫ്ഖഹു ഹുവ അല്ലാ തഗ്ളബ്, എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, നിങ്ങൾ ദേഷ്യപ്പെടാതിരിക്കലാണ്, നിങ്ങൾ ദേഷ്യപ്പെടാതിരിക്കലാണ്. വഖീല യാ റസൂലല്ലാഹ് മശ്ശുഉമു, ആ സമയം മറ്റൊരു ചോദ്യം വന്നു, എന്താണ് നബിയെ ശുഉമു, അഥവാ ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ദുർലക്ഷണം എന്താണ്? ഖാല സൂഉൽ ഖുലുഖ്, അത് ദുസ്വഭാവമാണ്. വഖാല റജുലുൻ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബിതങ്ങളോട് ചോദിച്ചു, ആവശ്യപ്പെട്ടു, ഔസുനി, നബിയെ എന്നെ ഒന്ന് ഉപദേശിച്ചു തരണം. വഖാല ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത, നിങ്ങള് എങ്ങനെ ആയാലും എവിടെ ആയാലും അള്ളാഹുവിനെ തഖ്വ ചെയ്യണം, അള്ളാഹുവിനെ ആണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ സൂക്ഷിക്കണം, അള്ളാഹുവിന്റെ വിരോധനങ്ങൾ സൂക്ഷിക്കണം. ഖാല സിദ്നി, കുറച്ചുകൂടി കൂടുതൽ ഉപദേശിക്കാൻ പറഞ്ഞപ്പോ ഖാല അത്ബഇ സയ്യിഅത അൽ ഹസനത തംഹുഹാ, ഒരു സയ്യിഅത്ത് വന്നുപോയാൽ, ഒരു തിന്മ വന്നുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് പുറകെ നന്മ ചെയ്യണം. എന്നാൽ തംഹുഹ, ആ നന്മ ആ തിന്മയെ മായ്ച്ചു കളയും. ആ രീതിയിൽ വല്ല തിന്മയും സംഭവിച്ചു പോയാൽ ആ തിന്മ മാഞ്ഞു പോകുന്ന രീതിയിൽ, ആ തിന്മക്ക് പരിഹാരമാകുന്ന രീതിയിൽ നന്മ ചെയ്യുക. ഖാലസിദിനി, കൂടുതൽ ഉപദേശിച്ചു തരാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുക. റസൂൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദ്യം വന്ന, അയ്യുൽ അഅമാലി അഫ്ളലു, ഏറ്റവും അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ അമൽ എന്താണ്? ഖാല ഖുലുഖുൻ ഹസൻ, സൽസ്വഭാവമാണ്. വഖാല സല്ലല്ലാഹു തആല അലൈഹി വആലിഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, മാ ഹസനല്ലാഹു ഖൽഖ അബ്ദിൻ വഖുലുഖഹു ഫയുത്ഇമഹു അന്നാറ, അല്ലാഹു ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പ് നന്നാക്കുകയും സ്വഭാവം നന്നാക്കുകയും ചെയ്താൽ പിന്നെ അയാൾ നരകത്തിൽ ചെന്നുപെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല. വഖാല ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖീല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, നബിതങ്ങളോട് ചോദിക്കപ്പെട്ടു, ഇന്ന ഫുലാനത്തൻ തസൂമുൻ നഹാറ വതഖൂമുൽ ലൈല വഹിയ സയ്യിഅത്തുൽ ഖുലുഖ്, ഒരു സ്ത്രീ എപ്പോഴും പകല് നോമ്പാണ്, രാത്രി ധാരാളം നിസ്കരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ വളരെ ദുസ്വഭാവമുള്ള ആളാണ്. തുഖ്ദി ജീറാനഹാ ബിലിസാനിഹാ, ദുസ്വഭാവത്തിന്റെ ഏറ്റവും പ്രകടമായ ലക്ഷണം എന്താണ്? അയൽവാസികളെയും പരിസരത്തുള്ളവരെയും സംസാരിച്ച് ബുദ്ധിമുട്ടിക്കും, നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കും. ഖാല ലാ ഖൈറ ഫീഹാ ഹിയ മിൻ അഹ്ലിന്നാർ, അങ്ങനെയുള്ളവർ നന്മയില്ലാത്തവരാണ്, നരകത്തിന്റെ വക്താക്കളാണ്. എത്ര വലിയ ഇബാദത്തുകളുള്ള ആളാണെങ്കിലും രക്ഷപ്പെടാൻ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു മുതലാണ്, പ്രധാനപ്പെട്ട ഒരു വിഹിതമാണ് സൽസ്വഭാവം. قال أبو الدرداء رضي الله عنه سمعت رسول الله صلى الله عليه وسلم, നബിതങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, യഖൂലു അവ്വലു മാ യൂദഉ ഫിൽ മീസാനി ഹുസ്നുൽ ഖുലുഖ്, മീസാനിൽ ആദ്യം വിലയിരുത്തപ്പെടുന്നത് സൽസ്വഭാവമാണ്. വസ്സഖാഉ, ധർമ്മമാണ്. അലമ്മ ഖലഖല്ലാഹു തആല ഈമാന, അല്ലാഹു ഈമാനിനെ സൃഷ്ടിച്ചപ്പോൾ ഖാല അല്ലാഹുമ്മ ഖവ്വിനി, ഈമാൻ പറഞ്ഞു, പടച്ചോനെ എനിക്കൊരു ശക്തി പകർന്നതാ. ഫഖവ്വാഹു ബിഹുസ്നിൽ ഖുലുഖ് വസ്സഖാഇ, അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അപ്പോൾ അല്ലാഹു തീരുമാനിച്ചതാണ് സൽസ്വഭാവവും ധർമ്മവും. വലമ്മാ ഖലഖല്ലാഹുൽ കുഫ്റ, കുഫ്റിനെ അല്ലാഹു പഠിച്ചപ്പോ കുഫ്റു പറഞ്ഞു, അല്ലാഹുമ്മ ഖവ്വിനി, പടച്ചോനെ എന്നെ ശക്തിപ്പെടുത്തിത്ത. ഫഖവ്വാഹു ബിൽ ബുഖ്ലി, ബുഖ്ൽ പിശുക്ക് കൊടുത്തു. വസൂഇൽ ഖുലുഖ്, അതുപോലെ സൂഉൽ ഖുലുഖുമാണ് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. അപ്പൊ കുഫ്റിന്റെ വലിയ ബലമാണ് ദുസ്വഭാവവും പിശുക്കും. വഖാല സ്വല്ലല്ലാഹു തആല അലൈഹി വആലിഹി വസല്ലം, ഇന്നല്ലാഹ അസ്തഖ്ലസ ഹാദ ദീന ലിനഫ്സിഹി,
വലാ യസ്ലുഹു ലിദീനിക്കും ഇല്ല സഖാഉ വ ഹുസ്നുൽ ഖുലുഖ് അലാ ഫസയ്യിനു ദീനക്കും ബിഹിമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ അള്ളാഹുവിന്റെ മതമായി തിരഞ്ഞെടുത്തു. വലാ യസ്ലുഹു ലിദീനിക്കും ഇല്ല സഖാഉ വ ഹുസ്നുൽ ഖുലുഖ്. ഈ ദീനിന് അനുയോജ്യമായത് എന്തുമാത്രമാണ്? സൽസ്വഭാവവും ധർമ്മവുമാണ്. അലാ ഫസയ്യിലു ദീനക്കും ബിഹിമാ. നിങ്ങൾ നിങ്ങളുടെ ദീനിനെ അലങ്കരിക്കേണ്ടതും അതിൽ വർധനമുണ്ടാക്കേണ്ടതും ഈ സൽസ്വഭാവം കൊണ്ടും ധർമ്മം കൊണ്ടുമാണ്. ഇത് രണ്ടും പൊതുവിൽ ഒരു മനുഷ്യന് രക്ഷപ്പെടാനുള്ള, നല്ലവനാകാനുള്ള പ്രധാന വഴിയാണ്. വഖാല അലൈഹിസ്സലാം ഹുസ്നുൽ ഖുലുഖി ഖുലുഖുല്ലാഹിൽ അഅ്ലം. സൽസ്വഭാവം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മഹത്വമുള്ള വലിയ ഒരു, അള്ളാഹുവിന്റെ ഒരു അതാ ആണ്, അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ്, അള്ളാഹുവിന്റെ ഒരു സമ്മാനമാണ്. വഖീല യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ളലു ഈമാന. മുഅ്മിനീങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ഈമാൻ ഏതാണ്? ഖാല അഹ്സനുഹും ഖുലുഖ. ഏറ്റവും സൽസ്വഭാവമുള്ളവരാണ്. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക്കും ലൻ തസ്ഉൻ നാസ ബി അംവാലിക്കും ഫസഊഹും ബിബസ്തിൽ വജ്ഹി വഹുസ്നുൽ ഖുലുഖി. നിങ്ങൾക്ക് കുറെ സ്വത്തുണ്ടായി, ആ സ്വത്ത് കൊണ്ട് ജനങ്ങൾക്കെല്ലാവർക്കും കൊടുത്തു മതിയാക്കി കളയാം എന്ന് കരുതണ്ട. അതേസമയത്ത് നിങ്ങൾക്ക് പറ്റുന്നൊരു സംഗതിയാണ് ബിബസ്തുൽ വജ്ഹ്. ഒരാൾക്ക് ഒരു മുഖപ്രസന്നത നൽകുക, ഐ കോണ്ടാക്ട്. ഇന്നക്കും ലൻ തസ്ഉ നാസ ബി അംവാലിക്കും. സ്വത്ത് കൊടുത്ത് നിങ്ങൾക്ക് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അതേ സമയത്ത് നിങ്ങൾക്ക് പറ്റും എന്താണ്? ബസ്തുൽ വജ്ഹ്. നമുക്കതിന് ഐ കോണ്ടാക്ട് എന്ന് പറയും. ഒരാൾ പരിഗണനയോടെ ഒരാളുടെ മുഖത്ത് നോക്കുക. ഹുസ്നുൽ ഖുലുഖ്. പരിഗണനയോടെ മുഖത്ത് നോക്കുന്നതിൽ പെട്ടതാണ് പുഞ്ചിരിക്കുക. അതുപോലെ പരിഗണനയോടെ നോക്കുക ഇതിൽപ്പെട്ടതാണ് ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം കാണിക്കുക. ഖാല അയ്ളൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം സൂഉൽ ഖുലുഖി, ദുസ്വഭാവം, യുഫ്സിദുൽ അമല, അത് അമലിനെ നശിപ്പിക്കും. കമാ യുഫ്സിദുൽ ഖല്ലു അൽ അസല. സുർക്ക തേനിലിറ്റിപ്പോയാൽ തേന് നശിച്ചു പോകും. ഇതുപോലെ ദുസ്വഭാവം ഉണ്ടായാൽ അത് അമലുകളെ നശിപ്പിച്ചു കളയും. വഅൻ ജരീർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു ഇന്നക മ്രുഉൻ ഖദ ഹസനല്ലാഹു ഖൽഖക ഫഹസിൻ ഖുലുഖക. അല്ലാഹുവേ, ജരീർ ബിൻ അബ്ദുല്ലാഹ് പറയാണ്, നബി തങ്ങൾ പറഞ്ഞു, ജരീർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇന്നക മ്രുഉൻ ഖദ ഹസനല്ലാഹു ഖൽഖക. അല്ലാഹു നിങ്ങളുടെ ഈ ശരീരം അള്ളാഹു നല്ല രീതിയിൽ സൃഷ്ടിച്ചു, അതുകൊണ്ട് ഫഹസിൻ ഖുലുഖക, നിങ്ങളുടെ സ്വഭാവം ഒന്ന് നന്നാക്കിയാൽ മതി, എന്നാൽ നിങ്ങളൊക്കെ രക്ഷപ്പെടും. വഅനിൽ ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, നബിതങ്ങളായിരുന്നു അഹ്സനന്നാസി വജ്ഹ, നല്ല മുഖപ്രസന്നത ഉള്ള ആളായിരുന്നു. അഹ്സനുഹും ഖുലുഖ, നല്ല സൽസ്വഭാവമുള്ള ആളായിരുന്നു. നബി മസ്ഊദ് അൽ-ബദരി റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ ദുആഇഹി, നബിതങ്ങളുടെ ദുആഇൽ നബിതങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി, പടച്ചോനെ എന്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കിയതുപോലെ ഫഹസിൻ ഖുലുഖി, എന്റെ സ്വഭാവം നന്നാക്കി തരണേ. നല്ലൊരു പ്രാർത്ഥനയാണ്, എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് സുന്നത്താണെന്ന് പഠിപ്പിക്കപ്പെട്ട ദുആ കൂടിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദുആ ഫയഖൂലു, ധാരാളം ദുആ ചെയ്യുന്നതിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സിഹത വൽ ആഫിയത വഹുസ്നൽ ഖുലുഖ്. അല്ലാഹുവേ, ഞാൻ ആരോഗ്യം ചോദിക്കുന്നു, ഞാൻ സൗഖ്യം ചോദിക്കുന്നു, ഞാൻ സൽസ്വഭാവം ചോദിക്കുന്നു. സിഹത്ത്, ആഫിയത്ത്, സൗഖ്യം, ആരോഗ്യം, ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം ചോദിക്കുന്നു. ധാരാളം ദുആകളിൽ വരേണ്ടതാണ്. നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി തങ്ങൾ പറഞ്ഞു, കറമുൽ മുഅ്മിനി ദീനുഹു, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും നല്ല ഭാഗം
അത് ദീനാണ്. വഹസബുഹു ഹുസ്നു ഖുലുഖിഹി, അവന്റെ തറവാട് എന്ന് പറയുന്നത് സൽസ്വഭാവമാണ്. അതാണ് തറവാട്, സൽസ്വഭാവമാണ് തറവാട്. അതുണ്ടെങ്കിൽ പിന്നെ വേറെ തറവാട് എന്ന് പറയുന്നത് പരിഗണിക്കേണ്ടതില്ല. അതാണ് ഏറ്റവും വലിയ തറവാട്. മുറൂഅത്തുഹു അഖ്ലുഹു, ഒരുത്തന്റെ മാനുഷിക മൂല്യം അതവന്റെ അഖ്ലാണ്, അവന്റെ ബുദ്ധിയാണ്. വഅൻ ഉസാമത്ത് ബിൻ ശരീഖ് റളിയല്ലാഹു അൻഹു ഖാല ശഹിദുൽ ആരീബ യസ്അലൂന നബിയ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം യഖൂലൂൻ. ഞാൻ ഈ ആരീബ് എന്ന പ്രദേശത്ത് ഞാൻ ഉണ്ടായിരുന്നു. ആ പ്രദേശക്കാരൻ നബിതങ്ങളോട് ചോദിക്കുന്നു, അവരിങ്ങനെ ചോദിക്കുക, മാ ഖൈറു മാ ഉഅ്തിയൽ അബ്ദു, ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ മഹത്വം എന്താണ് നബിയെ? ഖുലുഖുൻ ഹസൻ, സൽസ്വഭാവമാണ്. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, ഇന്ന അഹബ്ബക്കും ഇലയ്യ വ അഖറബക്കും മിന്നി മജ്ലിസൻ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് എന്നോട്, അഖറബക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്തിൽ ഏറ്റവും എന്നോട് അടുത്ത് കിടക്കുന്ന ആരാന്നറിയോ? അഹാസിനുക്കും അഖ്ലാഖ, സൽസ്വഭാവമുള്ളവരാണ്. عن ابن عباس رضي الله تعالى عنهما قال قال رسول الله صلى الله عليه وسلم, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാൻ നബിതങ്ങൾ പറഞ്ഞു, സലാസുൻ മല്ലം തകുൻ ഫീഹി ഔ വാഹിദത്തും മിൻഹുന്ന, മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് ഒരാളിൽ ഇല്ലെങ്കിൽ, വാഹിദത്തും മിൻഹുന്ന, അതിൽ ഒന്നില്ലെങ്കിൽ, ഫലാ തഅതദ്ദു ബിശൈഇൻ മിൻ അമലിഹി, അയാൾ ഒറ്റ അമലും പിന്നെ നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. തഖ്വല്ലാഹി, ഒന്ന് തഖ്വയാണ്. തഖ്വ തഹ്ജുസുഹു അൻ മആസില്ലാഹ്, തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന തഖ്വ. ഔ ഹിൽമുൻ യകുഫു ബിഹി അസ്സഫീഹ, സഹനം, ഒരു ബുദ്ധി കുറവുള്ള ഒരു വിഡ്ഢിയായ മനുഷ്യൻ, ആ വിഡ്ഢിയായ മനുഷ്യൻ എന്തെങ്കിലും അനർത്ഥം കാണിക്കുമ്പോൾ, ചീത്ത വിളിക്കുകയോ മോശം ചെയ്യുകയോ ദുസ്വഭാവം കാണിക്കുകയോ ചെയ്യുമ്പോൾ സഹന സ്വഭാവം രണ്ടാമത്തത്. ഇപ്പോ ശിഷ്യനായിട്ടോ മക്കളായിട്ടോ കീഴിൽ ജോലി ചെയ്യുന്നവരായിട്ടോ അങ്ങനെയുള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതനുസരിക്കാതിരിക്കുകയോ ചെയ്യാൻ പറഞ്ഞതല്ലാത്തത് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്ക്, അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ പ്രയാസപ്പെടാതെ നിൽക്കുക എന്ന് പറയുന്ന ഹിൽമാണ്, സഹനമാണ്. ഔ ഖുലുഖുൻ യഈസു ബിഹി ബൈനന്നാസ്, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പെരുമാറുന്ന സൽസ്വഭാവം. ഈ മൂന്ന് കാര്യം ഒരാളിൽ ഇല്ല, ഇതിലൊന്നില്ല എങ്കിൽ പിന്നെ അയാൾ അമലിനൊരു പ്രസക്തിയില്ല, ആ അമല് കബൂലാകൂല, ആ അമലുകളൊക്കെ വെറുതെയാണ്. وكان من دعائه صلى الله عليه وسلم في افتتاح الصلاة وجهت إلى دعاء നിബിതങ്ങൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്, അല്ലാഹുവേ എന്നെ സൽസ്വഭാവത്തിലേക്ക് നീ എത്തിച്ചു തരണേ. ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത, നീ അല്ലാതെ സൽസ്വഭാവത്തിൽ എത്തിക്കാൻ മറ്റൊരാളില്ല. വസ്രിഫ് അന്നി സയ്യിഅഹാ, ദുസ്വഭാവം എന്നിൽ നിന്ന് നീ തട്ടിത്തിരിച്ചു തരണേ. ലാ യസ്രിഫു അന്നി സയ്യിഅഹാ ഇല്ലാ അൻത, ദുസ്വഭാവത്തെ എന്നിൽ നിന്ന് നീയല്ലാതെ മറ്റൊരാളും തിരിക്കാനില്ല. നിസ്കാരത്തിലെ വജ്ഹത്തു ദുആഇൽ, നമ്മളെ ഇഫ്തിതാഹുന്റെ ദുആഇൽ പോലും, പ്രാഥമിക ദുആഇൽ പോലും നബിതങ്ങൾ ഇത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഖാല അനസ് റളിയല്ലാഹു അൻഹു ബൈനമാ നഹ്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലം യൗമൻ, ഒരു ദിവസം ഞങ്ങൾ നബിതങ്ങളെ കൂടെ ഇരിക്കുമ്പോൾ ഇദ് ഖാല, നബിതങ്ങൾ പറഞ്ഞു, ഇന്ന ഹുസ്നൽ ഖുലുഖി ലയുദീബുൽ ഖതീഅത, നല്ല സൽസ്വഭാവം തിന്മകളെ ഉരുക്കിക്കളയും, തിന്മകളെ പെട്ടെന്ന് ഇല്ലാതാക്കും. കമാ തുദീബു ശംസുൽ ജലീദ, സൂര്യൻ ഈ ഐസും കട്ടയെ ഉരുക്കിക്കളയുന്നത് പോലെ, ഐസും കട്ട സൂര്യൻ ഉദിച്ചാൽ പെട്ടെന്ന് ഉരുകിപ്പോകും, ഇതുപോലെ. വഖാല അലൈഹിസ്സലാം, എന്ന് പറഞ്ഞാൽ സൽസ്വഭാവം ഉണ്ടായാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വഖാല അലൈഹിസ്സലാം, നബികൾ പറഞ്ഞു, ഇൻ സഅദത്തിൽ മർഇ ഹുസ്നുൽ ഖുലുഖ്, ഒരു മനുഷ്യന്റെ വിജയമാണ് സൽസ്വഭാവം. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ യുംനു ഹുസ്നുൽ ഖുലുഖ്, ഏറ്റവും വലിയ ബറക്കത്ത് സൽസ്വഭാവമാണ്. വഖാല അലൈഹിസ്സലാം ലി അബീ ദർ, അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബിതങ്ങൾ പറഞ്ഞു, യാ അബൂദർ
തദ്ബീർ പോലൊരു അഖ്ലില്ല. വല ഹസബക ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം പോലെ ഒരു തറവാടില്ല. അപ്പൊ ഏറ്റവും വലിയ ബുദ്ധി തദ്ബീറാണ്. കാര്യങ്ങൾ അതിന്റെ വൃത്തിക്കും വെടുപ്പിനും അടുക്കിനും ചിട്ടയിലും കൊണ്ടുപോകുക എന്നാണ് തദ്ബീർ. ചെയ്യേണ്ടടുത്ത് ചെയ്യേണ്ട സമയത്ത് കാര്യങ്ങൾ ചെയ്യുക, സൽസ്വഭാവം കാണിക്കുക, അത് തറവാടിത്തമാണ്. കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിയാണ്. അനസ് റളിയല്ലാഹു അൻഹു ഖാലത്ത് ഉമ്മു ഹബീബ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മു ഹബീബ നബി തങ്ങളോട് ചോദിച്ചു, അറഅയ്തൽ മർഅത, നബി എന്താ നിങ്ങളുടെ അഭിപ്രായം, ഒരു സ്ത്രീ യകൂനു ലഹാ സൗജാനി, രണ്ട് ഭർത്താക്കന്മാർ, ഈ ദുനിയാവിൽ, അതായത് ഒരു ഭർത്താവ് ഉണ്ടായി, ഒരു മരിച്ചിട്ട് മറ്റൊരു ഭർത്താവായി, അല്ലെങ്കിൽ എങ്ങനെയോ രണ്ടാമത് മറ്റൊരു വിവാഹം ചെയ്യുന്നു, മറ്റൊരു ഭർത്താവ്. തൊമൂത്തു വയമൂത്താനി, അങ്ങനെ ഈ സ്ത്രീ മരിച്ചു പോന്നു, മറ്റൊരു രണ്ടുപേരും മരിച്ചു പോകും. വയദ്ഖുലൂനൽ ജന്ന, ഇവരെല്ലാരും കൂടി സ്വർഗത്തിലും കിടക്കുക. ലിഅയ്യിഹിമാ ഹിയ തകൂനു, ആർക്കായിരിക്കും ഈ സ്ത്രീ ആരുടെ ആളാറാകുക? ഖാല, നബി തങ്ങൾ മറുപടി പറഞ്ഞു, ലിഅഹ്സനിഹിമാ ഖുലുഖ, നല്ല സ്വഭാവം ആരാണ് കൂട്ടത്തിൽ ദുനിയാവില്? കാന ഇൻദഹാ ഫിദ് ദുനിയ, ദുനിയാവിലുള്ള കൂട്ടത്തിൽ ഏറ്റവും സൽസ്വഭാവം ആരാണ്? അവർക്കാണ്. യാ ഉമ്മ ഹബീബ ദഹബ ഹുസ്നുൽ ഖുലുഖ് ബിഖൈറൈ ദുനിയാ വൽ ആഖിറ, ഉമ്മ ഹബീബ, ദുനിയാവിന്റെ ആഖിറത്തിന്റെ എല്ലാ നന്മയും കൊണ്ടുപോകുന്ന സൽസ്വഭാവമാണ്, സൽസ്വഭാവം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ മുസ്ലിമൽ മുസദ്ദിദ്, ഒരു നല്ല മുസ്ലിമായ മനുഷ്യൻ, ലയുദ്രിക്കു ദറജത സ്വാഇമി അൽ ഖായിമി ബിഹുസ്നി ഖുലുഖിഹി വകറമി മർതബതിഹി, അദ്ദേഹം വലിയ നോമ്പുകാരന്റെ പദവി, അതുപോലെ നിസ്കരിക്കുന്നവന്റെ പദവിയൊക്കെ സ്വഭാവം കൊണ്ട് നേടും. അവന്റെ സ്ഥാനത്തിന്റെ ഉയർച്ച, ഇതെല്ലാം സ്വഭാവം കൊണ്ട് നേടും, ഉന്നത സ്ഥാനത്തെത്തും. അപ്പോ സ്വഭാവമാണ്. ഫഖാല ഇന്നി റഅയ്തുൽ ബാരിഹത അജബൻ, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഞാന് രാത്രി വലിയൊരു അജബ് കണ്ടു. റഅയ്തു റജുലൻ മിൻ ഉമ്മത്തി ജാഫിയൻ അല റുക്ബതൈഹി, ഈ ഉമ്മത്തിൽ ഒരു മനുഷ്യൻ, അയാൾ ഇങ്ങനെ മുട്ടുകുത്തി ഇരിക്കുകയാണ്. ബൈനഹു വ ബൈനല്ലാഹി ഹിജാബൻ, അദ്ദേഹത്തിന്റെ റബ്ബിന്റെ ഇടയിൽ ഹിജാബ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പരലോകത്ത് വിചാരണയിൽ കുടുങ്ങിക്കഴിയാണ്. ഫജാഅ ഹുസ്നു ഖുലുഖിഹി ഫഅദ്ഖലഹു അലല്ലാഹി തആല, അയാൾക്ക് രക്ഷപ്പെടാനുള്ള തടസ്സം ഇങ്ങനെ ആകെ ആയിട്ട് കിടക്കുകയാണ്, ആവശ്യമായ സൽസ്വഭാവം. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സൽസ്വഭാവം എത്തിപ്പെടുന്നത്. അപ്പോ അദ്ദേഹത്തെ അള്ളാഹുവിലേക്ക് അത് പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം രക്ഷപ്പെട്ടു. وقال أنس رضي الله عنه قال النبي صلى الله عليه وسلم إن العبد ليبلغ بحسن خلقه عظيم درجات الآخرة, ഒരു മനുഷ്യൻ അവന്റെ സൽസ്വഭാവം കൊണ്ട് പരലോകത്തിന്റെ ഉയർന്ന പദവിയിൽ നേടുകയാണ്. വശറഫൽ മനാസിലി, ഉയർന്ന സ്ഥാനങ്ങൾ നേടുകയാണ്. വഇന്നഹു ലളഈഫുൻ ഫിൽ ഇബാദ, ഇബാദത്തൊക്കെ കുറച്ച് കുറവാണ്, അങ്ങനെ വലിയ ഉഷാറൊന്നുമല്ല, പക്ഷേ സൽസ്വഭാവം കൊണ്ട് അയാളെല്ലാം നേടുകയാണ്. വറുവിയ അന്ന ഉമർ റളിയല്ലാഹു അൻഹു ഇസ്തഅദന അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കലേക്ക് കോളിംഗ് ബെൽ അടിച്ചു, പ്രവേശനം ചോദിച്ചു, അനുമതി ചോദിച്ചു. അന്നത്തെ ഞാൻ കടന്നു വരട്ടെ എന്നുള്ള ചോദ്യം. വഇൻദഹു നിസാഉ മിൻ നിസാഇ ഖുറൈശ്, നബി തങ്ങളുടെ ഭാര്യമാര്, അവരില് നിന്ന് പലരും നബി തങ്ങളുടെ അടുത്തുണ്ട്. യുകല്ലിംനഹു വയസ്തക്സിർനഹു, അവരിങ്ങനെ സംസാരിക്കുകയാണ്, പലതും ആവശ്യപ്പെടുക. ആലിയത്തൻ അസ്വാതുഹുന്ന അല സൗതിഹി, നബി തങ്ങളുടെ ശബ്ദത്തെക്കാളും വലിയ ശബ്ദം ഇവരുടേതാണ്. ഫലമ്മസ്തഅദന ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ തബാദർനൽ ഹിജാബ, എല്ലാരും ഓടി ഒളിച്ചു. ഫദഖല ഉമർ റളിയല്ലാഹു അൻഹു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഹഖു, ഇതങ്ങൾ ചിരിക്കുകയാണ്. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ മിമ്മ തദ്ഹഖു, എന്താ നബിയെ ചിരിച്ചത്? യബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയും ബാപ്പയും ഒക്കെ അങ്ങേക്ക് ദണ്ഡം, അങ്ങേക്ക് സമർപ്പണം. പ്രിയപ്പെട്ട നബി, എന്താ ഞാൻ വന്നപ്പോ എന്താ ഒരു പ്രത്യേക ചിരി എന്താ?
ആ സമയത്ത് ഫഖാല നബിതങ്ങൾ പറഞ്ഞു, അജിബ്തു ലിഹഉലാ ഇല്ലാത്തി കുന്ന ഇന്ദി, ഞാൻ എൻ്റെ അടുത്തുള്ള ഈ പെണ്ണുങ്ങന്മാരെ പറ്റി ആലോചിച്ച് ചിരിച്ചതാണ്. ലമ്മ സമീന സൗത്തക്ക, നിങ്ങളെ ശബ്ദം കേട്ട തബാദർനുൽ ഹിജാബ, എല്ലാരും മറയുടെ പിന്നിൽ ഓടി ഒളിച്ചതാ. ഇതുവരെ എല്ലാരും നിന്ന് എന്നെങ്ങനെ ആകെ എന്നോട് ഇങ്ങനെ തർക്കിക്കുകയായിരുന്നു. അത് വേണം, ഇത് വേണം, ഇത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് തർക്കിക്കുകയാണ്. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻത കുന്ത അഹഖ അല്ല അയ്യഹബനക യാ റസൂലല്ലാഹ്, അവര് അങ്ങനെയല്ലേ നബിയെ അവര് ഭയപ്പെടേണ്ടത്, അവര് ബഹുമാനിക്കേണ്ടത്. സുമ്മ അഖ്ബൽ അലൈഹിന്ന ഉമറു റളിയല്ലാഹു അൻഹു അവരെ കൊള്ളത്തിരുന്നിട്ട് ചോദിച്ചു, ഫഖാല യാ അദുവാതി അൻഫുസിഹിന്ന അതഹിബിനനി വലാ തഹിബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല ഭാഗ്യമില്ലാത്തവരെ, നിങ്ങള് എന്നെ ഭയപ്പെടുകയും നബിതങ്ങളെ ഭയപ്പെടാതിരിക്കുകയും ചെയ്യാണോ? അപ്പോ കുൽന, മറയുടെ പിന്നിൽ നിന്ന് അവർ പറഞ്ഞു, ഞാൻ അൻത അഗ്ലദു വഅഫളു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങള് ഭയപ്പെട്ടത് തന്നെയാണ്. കാരണം നിങ്ങൾ നബിതങ്ങളെ പോലെ ഒന്നും അല്ല, നിങ്ങൾ ഭയങ്കര കടുപ്പാണ്. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, ഈഹൻ ഇബ്നുൽ ഖത്താബ്, ശരിയാണ് ഉമറെ, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, മാ ലഖിയക ശൈത്വാനു ഖത്തു സാലിക്കൻ ഫജ്ജൻ, ഇല്ല, നിങ്ങളെ പിശാജ് ഒരു വഴിയിലേക്ക് കടന്നു വരുമ്പോ നിങ്ങളെ കണ്ടാൽ, ഇല്ല സലക്ക ഫജ്ജൻ വൈറ ഫജ്ജിക്ക, നിങ്ങളെ വഴിയല്ലാത്ത മറ്റൊരു വഴിയില് പിശാജ് വരെ കടന്നു പോകും ഉമറെ, അതാണ് അതിന്റെ ശരി. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, സൂഉൽ ഖുലുഖി ദംബുൻ ലാ യുഗ്ഫർ, ദുസ്വഭാവം പൊറുക്കപ്പെടാത്തൊരു തെറ്റാണ്. എപ്പോഴും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് എത്തിപ്പെടാൻ സാധ്യത ഉള്ളതാണ് ദുസ്വഭാവം. മോശമായ ധാരണകൾ, അത് തിന്മയാണ്. ഇതിങ്ങനെ അടിച്ചു വീശുന്ന ഒരു തിന്മയാണ്. ധാരണ മോശമായാൽ ഇങ്ങനെ ആ തിന്മ ഇങ്ങനെ സ്മെല്ലായിട്ട് അടിച്ചു വീശുന്ന ഒരു വലിയ അപകടമാണ്. ഇത് രണ്ടും ഉണ്ടാകരുത്. ഖാല അലൈഹിസ്സലാം, നബിതങ്ങൾ പറഞ്ഞു, ഇന്നൽ അബ്ദ ലയബ്ലുഗു മിൻ സൂഇ ഖുലുഖിഹി, ഒരാള് ദുസ്വഭാവത്തിലൂടെ എത്തിപ്പെടും അസ്ഫല ദറക്കി ജഹന്നം, നരകത്തിന്റെ അടിത്തട്ടിൽ എത്തിപ്പെടും. വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്, അപകടകരമായ ഒന്നാണ് എന്ത്, ഈ ഒരു വിഷയം. അപ്പൊ അത് ഒരു മനുഷ്യൻ വളരെ സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ്. നാം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിലൂടെയുള്ള ഏറ്റവും വലിയ നേട്ടം, നിരന്തരം ഈ ഗസാലി ഇമാമിന്റെ ഈ ഒരു വിശദീകരണങ്ങൾ നാം ഇങ്ങനെ കേൾക്കുമ്പോൾ അത് മനസ്സിന് ഭയങ്കര മാറ്റമുണ്ട്, വലിയ ചേഞ്ച് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. സ്വഭാവത്തെക്കുറിച്ചുള്ള ഈ ഒരു പ്രാമാണികതകൾ ധാരാളം കേൾക്കുമ്പോൾ മനസ്സിനത് വലിയ മാറ്റാണ്, വലിയൊരു ചേഞ്ചാണ്. ഇൻഷാ അല്ലാഹ് ഒരു കുറഞ്ഞ ഭാഗവും കൂടെ ഈ ഫളീലത്ത് പറയുന്നതുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ആസാർ ഖാല ഇബ്നു ലുഖ്മാനുൽ ഹക്കീം ലി അബീഹി, ലുഖ്മാനുൽ ഹക്കീമിന്റെ മോന് വാപ്പയോട് പറഞ്ഞു, യാ അബത്തി അയ്യുൽ ഖിസ്വാലി മിനൽ ഇൻസാനി ഖൈർ, മനുഷ്യന്റെ ഏത് കാര്യമാണ് ഏറ്റവും നല്ലത്? ഖാല ദീൻ, ദീനാണ്. ഖാല ഫൈദാ കാനത്ത് ഇസ്നത്തൈനി, ഇപ്പൊ അതിൽ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ഖാല ദീനു വൽ മാലും, ദീനും സമ്പത്തും. ഖാല ഫൈദാ കാനത്ത് സലാസൻ, മൂന്നുണ്ടെങ്കിൽ ഏതൊക്കെയായിരിക്കും? ഖാല അദ്ദീനു വൽ മാലു വൽ ഹയാ, ദീന്, സ്വത്ത്, ഹയാ, ലജ്ജ. ഫഖാല ഇദാ കാനത്ത് അർബഅൻ, നാലുണ്ടായാൽ അദ്ദീനു വൽ മാലു വൽ ഹയാ വഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം. ഖാല ഫൈദാ കാനത്ത് ഖംസൻ, അഞ്ചുണ്ടെങ്കിലോ? ഖാല അദ്ദീനു വൽ മാലു വൽ ഹയാ വഹുസ്നുൽ ഖുൽഖ് വസ്സഖാ, ധർമ്മം. ഖാലത്ത് ഇദാ കാനത്ത് സിത്തൻ, ആറുണ്ടെങ്കിലോ? ഖാല യാ ബുനയ്യ, മോനെ, ഇദാ ജ്തമഅത് ഫീഹിൽ ഖംസു ഖിസാലിൻ, അഞ്ച് കാര്യം ഒരാളിൽ ഉണ്ടായാൽ ഫഹുവ നഖിയ്യുൻ തഖിയ്യുൻ വലില്ലാഹി തആല വലിയ്യുൻ വമിനശ് ശൈത്വാനി ബരിയ്യുൻ, അയാള് ശുദ്ധനാണ്, തഖിയ്യാണ്, തഖ്വയുള്ള ആളാണ്, അള്ളാഹുവിന്റെ വലിയാണ്, അയാള് ശൈത്വാനിൽ നിന്നും മോചിതനാണ്.
വഖാല അൽ ഹസൻ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു മൻസാ ഖുലുഖു അദുബ നഫ്സുഹു, ഒരാളുടെ സ്വഭാവം മോശമായാൽ അയാൾ ഇങ്ങനെ ഉരുകിപ്പോവും, മനസ്സ് മോശമായി. وقال أنس بن مالك رضي الله عنه إن العبد لا يبلغ بحسن خلقه أعلى درجة في الجنة وهو غير عابد. ഒരാൾ സൽസ്വഭാവം കൊണ്ട് സ്വർഗത്തിന്റെ ഉയർന്ന ദർജയിലെത്തും. അയാൾ ആബിദൊന്നും അല്ലാതെ തന്നെ വലിയ ഇബാദത്തൊന്നും ഇല്ലെങ്കിലും വലിയ ദർജയിലെത്തും. ويبلغ بسوء خلقه أسفل درك في جهنم وهو عابد. ഒരാൾ ദുസ്വഭാവിയാണെങ്കിൽ അയാള് ആബിദൊക്കെ ആണെങ്കിൽ വലിയ ഇബാദത്തൊക്കെ ഉള്ള ആളാണെങ്കിൽ പോലും അയാൾ നരകത്തിന്റെ അടിത്തട്ടിൽ എത്തിപ്പെടും. വഖാല യഹ്യ ഇബ്നു മുആദ്, ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോ ഒരു സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു കുടുംബ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോ ആള് ഒരു പണ്ഡിതനായിട്ട് പോലും അദ്ദേഹത്തിന്റെ സ്വഭാവം മോശമായപ്പോ അത് കാരണം ഒരു കുടുംബം മുഴുവനും ശിഥിലമായി പോയത്, അതും പറഞ്ഞാൽ തീരാത്ത നഷ്ടങ്ങളിലേക്ക് എത്തിപ്പെട്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഓർമ്മയാകാണ് ഇത് പറയുമ്പോൾ. ഒരുപക്ഷെ അത് മതിയാകും നരകത്തിന്റെ അടിത്തട്ടിൽ എത്തിപ്പോകാൻ. അള്ളാഹു കാക്കട്ടെ. وقال يحيى بن معاذ رضي الله عنه പറഞ്ഞു في سعة الأخلاق كنوز الأرزاق. സൽസ്വഭാവം അതിന്റെ വിശാലതയിൽ എന്തുണ്ട് എന്നറിയോ? എല്ലാ നിധികളും അതിന്റെ ഉള്ളിലുണ്ട്. സൽസ്വഭാവന്റെ എല്ലാം കിട്ടും. വഖാല വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു മസലു സയ്യിഇൽ ഖുലുഖി, ദുസ്വഭാവിയുടെ ഉപമ കമസലിൽ ഫഖാറത്തിൽ മക്സൂറ, പൊട്ടിപ്പോയ ചട്ടി പോലെ. ലാ തർക്കവു വലാ തുആദു തുയിനൻ, അത് തുന്നിയാൻ പറ്റൂല ഈ ചട്ടി, അതിട്ട് ചട്ടി ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാനും കഴിയില്ല. വഖാലൽ ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ലഅൻ യസ്ഹബനി ഫാജിറുൻ ഹസനുൽ ഖുലുഖി, ഒരു തമ്മാടിയായ സൽസ്വഭാവി അയാൾ എന്റെ കൂടെ ഇരിക്കുന്നതാണ് അഹബ്ബു ഇലയ്യ മിൻ യസ്ഹബനി ആബിദുൻ സയ്യിഉൽ ഖുലുഖ്, ദുസ്വഭാവിയായ ഒരു ആബിദ് എന്റെ കൂടെ സഹവസിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം. വസ്വഹിബ ഇബ്നുൽ മുബാറക് സ്വഹിബ ഇബ്നുൽ മുബാറക് റജുലൻ സയ്യിഉൽ ഖുലുഖ്, ഒരിക്കല് ഫീ സഫരിൻ, ഒരു യാത്രയില് അബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു അൻഹു ഒരു മോശം സ്വഭാവക്കാരന്റെ കൂടെ യാത്ര ചെയ്തു. ഫകാന യഅ്തമിലു മിൻഹു, കുറെ ദുസ്വഭാവം ഇങ്ങനെ സഹിക്കാൻ. വയുദാരി, അയാളോട് നല്ല രീതിയിൽ പെരുമാറാൻ. ഫലമ ഫാറഖഹു, അയാൾ പിരിഞ്ഞപ്പോ ബക്ക, അബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഫഖീല ലഹു ഫീ ദാലിക, അതിനെ കുറിച്ച് ചോദിച്ചു, എന്താ കരഞ്ഞതിനെ? ഫഖാല ബക്കൈതുഹു റഹ്മത്തൻ ലഹു, ഞാൻ അയാളോട് കരുണ കൊണ്ട് കരഞ്ഞതാണ്. ഫാറഖ്തുഹു, ഞാനും അയാൾ പിരിഞ്ഞു, പക്ഷെ ഖുലുഖുഹു മഅഹു, അയാൾ ആ ദുസ്വഭാവം അയാളെ കൂടെ തന്നെ ആയിപ്പോയല്ലോ, അത് പിരിഞ്ഞു പോകുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് കരഞ്ഞു പോയതാണ്. അല്ല മിഫാരിഖുഹു, അത് പോകുന്നില്ലല്ലോ, വലിയ സങ്കടമായിപ്പോയി. വഖാല ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ് അർബഉൻ തർഫഉൽ അബ്ദ, 4 കാര്യങ്ങൾ ഒരു മനുഷ്യനെ ഉയർത്തും. ഇല അഅല ദറജ, ഉയർന്ന പദവികളിലേക്ക്. വൈൻ ഖല്ല അമലുഹു ഇൽമുഹു, ഇൽമു അമലൊക്കെ കുറഞ്ഞാൽ പോലും അയാൾ ഉയർന്ന ദറജയിലെത്തും. അൽ ഹിൽമു, ഒന്ന് സഹനമാണ്. വതവാദു, വിനയമാണ്. വസഖാഉ, ധർമ്മമാണ്. വഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. വഹുവ കമാലുൽ ഈമാൻ, അതൊരു ഈമാനിന്റെ പൂർണ്ണതയാണ്. വഖാലൽ ഖത്താനി റഹിമഹുല്ലാഹ് അത്തസൗഫു, തസൗഫ് എന്ന് പറഞ്ഞാൽ ഖുലുഖുൻ, സൽസ്വഭാവമാണ്. ഫമൻ സാദ അലൈക ഫിൽ ഖുലുഖി, സ്വഭാവം ഒരാൾക്ക് നന്നായി ഉണ്ടായാൽ സാദ അലൈക ഫി തസൗഫ്, തസൗഫ് ഉണ്ടാകും. വഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഖാലിഖുൻ നാസ ബിൽ അഖ്ലാഖ്, സൽസ്വഭാവം കൊണ്ടാണ് നിങ്ങൾ ജനങ്ങളോട് ഇടപെടേണ്ടത്. വസായിലൂഹും ബിൽ അമാൽ, അതിനുശേഷം അതിനധികമായി നിങ്ങൾ അമലുകൾ ചെയ്യുന്നു, അമലുണ്ടാക്കാൻ ശ്രമിച്ചു. ഖാല യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു സൂഉൽ ഖുലുഖി സയ്യിഅത്തുൻ, ദുസ്വഭാവം അതൊരു മോശമാണ്. ലാ തൻഫഉ മഅഹ കസ്റത്തുൽ ഹസനാത്ത്, അതുണ്ടായിട്ട് കുറെ വേറെ ഹസനത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. ഹുസ്നുൽ ഖുലുഖി ഹസനത്തുൻ, സൽസ്വഭാവം അതൊരു നന്മയാണ്. ലാ തദുറു മഅഹ കസ്റത്തു സയ്യിആത്ത്, അതുണ്ടെങ്കിൽ കുറച്ച് തിന്മകൾ വന്നുപോയാൽ പോലും മനുഷ്യൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. സുഇല ഇബ്നു അബ്ബാസ് മൽ കറമു,
അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു, മൽ കർമ്മ, എന്താണ് ഒരാളുടെ മൂല്യം? ഹുവ മാ ബയ്യന അല്ലാഹു ഫീ കിതാബിഹിൽ അസീസ്. ഇതിന് മറുപടി പറഞ്ഞത് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ളവൻ, പദവിയുള്ളവൻ, മൂല്യമുള്ളവൻ തഖ്വ ഉള്ളവനാണ്. സൂറത്തുൽ ഹുജറാത്ത്. ഖീല ഫമൽ ഹസബു, എന്താണ് ഒരാളുടെ തറവാടിത്വം? ഖാല അഹ്സനുക്കും ഖുലുഖൻ അഫ്ളലുക്കും ഹസബൻ, സൽസ്വഭാവമുള്ളവൻ അവനാണ് ഏറ്റവും വലിയ തറവാടി. വഖാല ലികുല്ലി ബുന്യാനിൻ അസാസുൻ, എല്ലാ ബുന്യാനിനും ഒരു തറ ഉണ്ട്, എല്ലാ ബിൽഡിങ്ങിനും ഒരു തറ ഉണ്ട്. തറ വാസാസുൽ ഇസ്ലാം ഹുസ്നുൽ ഖുലുഖ്, ഇസ്ലാമിന്റെ അടിത്തറ അതെന്താണ്? സൽസ്വഭാവമാണ്. വഖാല അത്വാഉൻ, അത്വാഉ നബി റബ്ബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മർതഫഅ മൻ ഇർതഫഅ ഇല്ലാ ബിൽ ഖുലുഖിൽ ഹസൻ, ഉന്നതങ്ങളിലെത്തിയവരൊക്കെ ഉന്നതങ്ങളിലെത്തിയ സൽസ്വഭാവം കൊണ്ടാണ്. വലം യനൽ അഹദുൻ കമാലഹു ഇല്ലൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാളും സൽസ്വഭാവത്തിന്റെ പൂർണ്ണത ഉണ്ടാക്കിയിട്ടില്ല മുത്തുനബി തങ്ങളല്ലാതെ. ഫഅഖ്റബുൽ ഖുലുഖി ഇലല്ലാഹി അസ്സ വജല്ല അസ്സാലികൂന, ഏറ്റവും അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഫഅഖ്റബുൽ ഖുലുഖി ഖൽഖി ഇലല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവരാരാണ്? അസ്സാലികൂന ആസാറഹു ബിഹുസ്നിൽ ഖുലുഖ്, സൽസ്വഭാവം കൊണ്ട് അള്ളാഹുവിന്റെ ഈ മഹത്വം പിന്തുടർന്നവരാണ്. അപ്പൊ സൽസ്വഭാവം അതൊരു വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസവും നമ്മൾ ഹാപ്പി സോണിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഒരു വലിയ സ്ഥാപനത്തിൽ ഒരുമിച്ച് കൂടി. അള്ളാഹു നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടെ ചർച്ചകൾ, ഒരുപാട് പ്രശ്നങ്ങളും പരിഹാരങ്ങളും ചർച്ച ചെയ്ത് തീരുമാനമായപ്പോ അവിടെയുള്ള വലിയ പണ്ഡിതൻ, വലിയ പാണ്ഡിത്യമുള്ള പ്രായമൊക്കെ ഉള്ള വലിയ പണ്ഡിതൻ പറഞ്ഞു, ശരിയാണ്, സ്വഭാവമാണ് എല്ലാറ്റിനും പരിഹാരം. ഈ പരിഹാരങ്ങളെല്ലാം പറഞ്ഞു തീർന്നപ്പോ നമുക്ക് മനസ്സിലാകുന്നത് സ്വഭാവം. ഈ സ്വഭാവം നമ്മൾ പരിശീലിച്ച് ഉഷാറാക്കിയെടുത്താൽ നമുക്ക് ഉന്നതങ്ങളിലേക്ക് പോകാം. ഈ സ്വഭാവം നമുക്ക് നല്ലതാക്കി എടുക്കാൻ കഴിയും സഹവസിക്കുന്നതിലൂടെ. ഇൻഷാ അല്ലാഹ് അതിന്റെ മറ്റു വിശദമായ വശങ്ങൾ, എങ്ങനെയൊക്കെയാണ് നടക്കുക, എങ്ങനെയൊക്കെ ആ സ്വഭാവം നമുക്ക് ഉഷാറാക്കി എടുക്കാം എന്ന വിഷയങ്ങളൊക്കെ അതിന്റെ വിശദമായ ബാബ്, ഇൻഷാ അല്ലാഹ് അടുത്ത ബാബ് വിശദീകരിക്കാനുള്ളത് സൽസ്വഭാവത്തിന്റെ ഹഖീഖത്ത് എന്താണ്, അതുപോലെ ദുസ്വഭാവത്തിന്റെ ഹഖീഖത്ത് എന്താണ് എന്നതാണ് അടുത്തൊരു ഭാഗത്ത് വിശദീകരിക്കാനുള്ളത്. അത് അങ്ങനെ ആ ഒരു ഭാഗം വിശദീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിശീലനത്തിലൂടെ എങ്ങനെ നമുക്ക് സൽസ്വഭാവത്തെ സ്വീകരിക്കാം, ദുസ്വഭാവം മാറ്റിയിട്ട് സൽസ്വഭാവം ആക്കാൻ പറ്റുമോ, അതിനെന്തൊക്കെ പരിശീലനം വേണം, ഏത് പരിശീലനമാണ് സ്വീകരിക്കേണ്ടതെന്ന് ബയാൻ ചെയ്യുന്നതാണ് പിന്നീടുള്ളത്. അങ്ങനെ ഓരോ ഭാഗങ്ങളും കൃത്യമായി വിശദീകരിക്കപ്പെടുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഭാഗങ്ങളൊക്കെ പഠനവിധേയമാക്കണം. ഈ ഭാഗം കേൾക്കുമ്പോൾ അത് ഉപകാരപ്പെടുന്നവർക്കൊക്കെ പകർന്നു കൊടുക്കാം, എത്തിച്ചു കൊടുക്കാം. ധാരാളം പേര് ഇത് കേൾക്കാറുണ്ട്. സമയം കിട്ടുന്നത് പോലെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു ഇതിനെയൊക്കെ പിന്തുടരാനും ഇതിന്റെ വക്താക്കളായി ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഹാപ്പി സോണിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ വ്യാപകമായി ധാരാളം സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് അൽഹംദുലില്ലാഹ് നമ്മുടെ ട്രെയിനേഴ്സ് അവരെല്ലാം ഈ ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പോൾ പലയിടങ്ങളിലായി പ്രാക്ടീസ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിലവില് കുറ്റ്യാടി, കോഴിക്കോട്, അതുപോലെ മലപ്പുറം, തിരൂര്, വണ്ടൂര്, ഇവിടെയെല്ലാം ഹാപ്പി സോണിന്റെ സെന്ററുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ വെച്ചെല്ലാം ട്രെയിനേഴ്സ് ട്രെയിനിങ് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വ്യത്യസ്തമായ മേഖലയിലുള്ള ട്രെയിനിങ്ങുകൾ, ഒന്ന് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടത്, അല്ലാതെ വെൽത്ത്, നമുക്ക്